क्यों വേണ്ട अगर छुट्टी है अभी വേണ്ട छुट्टी हो करो अरे यार ഹായ് എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്തോ ഒരു മങ്ങൽ പോലെ മൊബൈലിന് ക്ലാരിറ്റി ഇല്ല ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ അടിപൊളി എന്നൊക്കെ ഇട്ടാൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവാന്ന് ഞാനത് ജയിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞാൽ എല്ലാവരും മിക്ക ആൾക്കാരും കമൻ്റ് ഇട്ടിട്ട് ജൂലി പറയും പിന്നെ ജൂലിയ പറഞ്ഞു ജിൽസി പറഞ്ഞു ഉഷാദേവി അങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഞങ്ങൾ സ്കിപ്പ് ചെയ്തല്ലേ കാണുന്നത് എല്ലാം കാണുന്നുണ്ടെന്ന് ഇപ്പം നമ്മൾ നിർബന്ധിച്ച് ആരെയും കാണിക്കാൻ എൻ്റെ വീഡിയോ കാണണേന്ന് പറഞ്ഞു ഇഷ്ടമല്ലാത്തത് സ്കിപ്പ് ചെയ്ത് ആരാന്നേലും പോവും അതൊന്നും നിങ്ങൾ കാര്യമാക്കണം കേട്ടോ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ഞാനാന്നേലും ഇഷ്ടമല്ലാത്ത വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകത്തില്ലേ അതൊന്നും അത്ര കാര്യമാക്കണ്ട കേട്ടോ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരും കമൻറ്റിൽ കൂടെ അങ്ങനെ പറഞ്ഞു പിന്നെന്താ പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്താണോ എന്തോ മൊബൈലിനൊരു സംതിങ് പ്രോബ്ലം എടാ പ്രൈസൻ ഇവിടെ വന്നേ ഇന്ന് മൊത്തം എന്നോട് അങ്ങ് മലയാളത്തിൽ പറച്ചിലായിരുന്നു അമ്മേ എൻ്റെ പേരെന്തു അമ്മേ എന്തു അമ്മേ ഇങ്ങോട്ട് വന്നേ നീ അവിടെ എന്തെടുക്കുക മൊബൈൽ എടുത്ത് വീഡിയോ എടുക്കുവാന്നോ ഇങ്ങോട്ട് വന്നേ നീ ആണ്ട എന്തോ നീ ഇവിടെ നിനക്ക് എന്തുവാടാ കുഞ്ഞു ബേബിയാണോ ചിന്ത വേണ്ട ആ ഒന്ന് ചോദിച്ച് എല്ലായിടത്തും ഒന്ന് ഹായ് പറഞ്ഞേ എന്തോണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു ആ നിന്റെ പേരെന്തുവാ പ്രൈസൻ അച്ചാച്ചനാണോ അത് ശരി ആ പിന്നെ എൻ്റെ പേരെന്തുവാ ബിജി മമ്മി പിന്നെ എന്തോണ്ട് പറയാ എന്തെങ്കിലുമൊക്കെ ഇന്ന് രാവിലെ വന്ന് എന്നോട് കുറെ മലയാളം ചോദിക്കുന്ന കേട്ടല്ലേ ആ ആന്റിമാർക്കെല്ലാം ഒരു ചക്കരമ്മ കൊടുത്തേ ആ ഈ വീഡിയോ നേരത്തെ എടുത്തു വെച്ച 24-ാം തീയതി എടുത്തു വെച്ച വീഡിയോയാണ് കേട്ടോ അതാ ഇന്ന് ഇടുന്നത് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് കുക്കർ പാസ്തയാണ് അതിനായിട്ട് ഞാനൊരു സവാള എടുത്തൊന്ന് അരിയുന്നുണ്ട് ഞാനിവിടെ കുക്കർ വെച്ച് അതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് ഇതിൻ്റെ അകത്തിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം ഞാൻ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായി തീ കൂട്ടി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴന്ന് വന്നുകൊണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം പൊടികൾ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ 1/2 കിലോ പാസ്ത ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ്ത ഒന്ന് കഴുകിയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എത്രയും പാത്രം നമ്മളൊരു അളവെടുക്കണം എത്രയും പാസ്ത ഉണ്ടോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചെടുക്കണം അപ്പോൾ ഒരു വിസിലടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുക്കറിൽ പെട്ടെന്ന് നിങ്ങളുടെ അങ്ങ് വെന്ത് പോകുന്നതാണെങ്കിൽ പ്രഷർ കുറച്ച് തുറന്നു വിടണം അതല്ല എങ്കിൽ ഒരു വിസിലിൽ ഇരുന്നാൽ മതി ഞാനിപ്പം ഒരു വിസിൽ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞൊന്ന് തുറന്നു വിടും പ്രഷർ അല്ലെങ്കിൽ അതിരുന്ന് വെന്തങ്ങ് പോകും बहुत ज्यादा पिंपल आ गया എപ്പോഴാണ് കോളേജ് नहीं यार क्यों
വേണ്ട. अच्छा छुट्टी है अभी. ആ വേണ്ട. छुट्टी है 25-26 को छुट्टी है. ഇന്ന് 25 അല്ലല്ലോ, ഇന്ന് 24 ആ. अच्छा. ആ ഇന്നലെ പഠിക്കാൻ പറഞ്ഞല്ലേ, അങ്ങ് പഠിച്ചാൽ മതി. पापा से पूछा मैंने. ആ വേണ്ട, അപ്പം ഇങ്ങോട്ടെ ഞാൻ പറയുന്നുണ്ട്. वहाँ पे भी 3 ही लेक्चर है. ആ ആയിക്കോട്ടെ, 3 ലെക്ചർ പോയി അറ്റൻഡൻസ് എടുത്തിട്ട് വാ. ഇവിടെ വെറുതെ ഇരുന്ന് ടൈം പാസ് ചെയ്യണ്ട, പഠിക്കാനാന്നും പറഞ്ഞു. मैं पढ़ रहा था. നീ പഠിക്കണ്ട. वो फोन चाहिए मैंने. ആ मैसेज आया. ആരുടെ മെസ്സേജ് വരാനുണ്ട് നിനക്ക്? दोस्त का. ആ അപ്പം എന്തുവന്ന് ഞാൻ അത്രയും ദേഷ്യപ്പെട്ടെ അവനോട്. ഇന്നലെ ഞാൻ പറഞ്ഞു, അപ്പോൾ അവന് നാളെ, അതായത് ഈ ദിവസമല്ല പിറ്റേ ദിവസം അവന് ക്ലാസ്സിൽ ട്യൂഷൻ്റെ അവിടെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ വന്നോണ്ട് ഞാൻ പറഞ്ഞിടാ പഠിക്കടാന്ന്. അവൻ പറഞ്ഞു നാളെ ഞാൻ പഠിച്ചോളാം നാളെ. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്തുവാ, നാളെ കോളേജിൽ പോകാതെ പഠിക്കാന്നുള്ള ഇതായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് ഞാൻ പോകണം എന്നൊക്കെ ഇത്തിരി സ്ട്രിക്റ്റ് നിന്നു. പക്ഷേ റീച്ചാൻ എന്നെ ഫോൺ ചെയ്തിട്ട് റീച്ചാൻ പറഞ്ഞു ആ വീട്ടിൽ ഇരുന്ന് പഠിച്ചോട്ടെ, സാരമില്ലെന്ന്. 3 ലെക്ചറേ ഉള്ളൂ, അവിടെ വരെ പോയിട്ട് വരുമ്പോഴത്തേന് ഇതാവത്തില്ലേ, പഠിക്കുന്നെങ്കിൽ ഇരുന്ന് പഠിച്ചോട്ടെന്ന്. അങ്ങനെ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത്. സ്റ്റാർട്ടിങ് ഞാൻ ഇച്ചിരി ഗവൺമെൻറ് നിന്ന്, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഉടനെ എന്നാൽ പോകണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഇതാവും, എന്തുവാ ആച്ചാവും. ആച്ചെന്ന് പറഞ്ഞാൽ ഒരു ശീലമാവും. നമ്മളൊരു ഇച്ചിരി ഒന്ന് ഇതായിട്ട് നിൽക്കുന്ന ഉടനെ ചിന്തിക്കാം മമ്മി എന്നെ വീട്ടിൽ ഇരുത്തത്തിൽ, അങ്ങനൊരു പേടിയും കൂടെ വേണമല്ലേ, അതുകൊണ്ടായിട്ടെ. അപ്പോൾ അടുത്തൊരാൾ, ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ മയോണൈസ് ഇതിൻ്റെ അകത്ത് ഇടുന്ന കണ്ടോണ്ടേ എൻ്റെ അടുത്ത് ഒന്ന് പറയുക, നെക്സ്റ്റ് ടൈം മയോണൈസ് ഇടല്ലേ. ഞാൻ ഈ മയോണൈസ് ഇടുന്നത് ഇതിൻ്റെ അകത്ത് ഇടുന്നത് കൊണ്ട് അതിന് നല്ലൊരു ചീസിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്, അതൊന്ന് ലൂസായിട്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓപ്പൺ ചെയ്തിട്ട് പ്രഷർ താനെ പോയതിന് ശേഷം ഞാൻ പോകാനായിട്ട് നിന്നില്ല, കുറച്ച് ഞാൻ തുറന്നു വിട്ടു. എന്നിട്ട് പിന്നെ ഞാൻ തുറന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും ഒഴിച്ച്. മയോണൈസിനും ടൊമാറ്റോ സോസിനും ഒന്നൊരു കണക്കില്ല. നമ്മളത് ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം എന്തോ കുറവാന്ന് വെച്ചാൽ അത് ഇച്ചിരി ചേർത്താൽ മതി. ചൂടോട് അടിപൊളിയാണ്. അങ്ങനെ ഞാനിത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇന്ന് എനിക്ക് അങ്ങനെ വലിയ ജോലികളൊന്നുമില്ല. ഇന്നലത്തെ അവിയലുണ്ട്, മോരുകറിയുണ്ട്. ഇന്നിപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നു, കോവയ്ക്കയും ക്യാരറ്റും കൂടെ. അത് രണ്ടും, കോവയ്ക്ക ഇത്തിരി പന്നലാകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് മാത്രമായിട്ട് ഇല്ല, കുറച്ച് പന്നലായായിരുന്നു. എന്തോ പറ്റിയെന്നോ, പഴയ കോവയ്ക്ക അടി കിടക്കുമായിരുന്നു. റീച്ചാൻ വീണ്ടും കൊണ്ടുവന്ന കോവയ്ക്ക മുകളിൽ വെച്ച് അതാ ആദ്യം എടുത്തത്. അപ്പോൾ ഇതങ്ങ് ഇത്തിരി കുറച്ച് പന്നലായി, അതൊക്കെ എടുത്ത് കളഞ്ഞ്. അപ്പോൾ അത് മാത്രമായിട്ട് മെഴുക്കുവരട്ടാൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ക്യാരറ്റ് കൂടെ ഇട്ട് മെഴുക്കുവരട്ടാന്ന് വെച്ചു. ഞാനൊരു 2 സവാള എടുത്ത്. അപ്പോൾ ഇത് ഇത്രയുണ്ട്. ഇനിയിപ്പോൾ മെഴുക്കുവരട്ടി ആകുമ്പോൾ അത് ക്വാണ്ടിറ്റി കുറയുമല്ലേ. എനിക്ക് പക്ഷേ ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടികൾ കൂട്ടി ചോറിനാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഈ പിള്ളേർ രണ്ടും മെഴുക്കുവരട്ടിയാണെങ്കിൽ ഇഷ്ടമല്ല. റീച്ചാൻ പിന്നെ ചപ്പാത്തി, ഞാൻ പറയും റീച്ചാൻ രാവിലെ നമ്മൾ എന്തും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചപ്പാത്തി കൊണ്ടുപോകും, രാത്രി വന്നും ചപ്പാത്തിയാണ്. അപ്പോൾ പോള് ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ നിന്ന് ഇച്ചിരി എടുത്ത് ചപ്പാത്തി ഒരെണ്ണം കഴിച്ച്, അല്ലാതെ കൂടുതലൊന്നും എടുത്തില്ല. കൊച്ചവൻ പിന്നെ തൊടത്തില്ല. അപ്പോൾ രാവിലെ ഇതങ്ങ് അടപ്പത്ത് വെച്ചാൽ മെഴുക്കുവരട്ടി ആകുമ്പം കുറേ സമയം എടുക്കുമല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയല്ലേ. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതങ്ങ് അടപ്പത്ത് വെച്ചതാണ്. ഇച്ചിരി ഉപ്പ് ഇട്ട് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കത്തേ ഉള്ളൂ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അല്ലാതെ ഉപ്പിലും വെള്ളത്തിൽ ഇട്ട് വേവിച്ചതുമില്ല. അപ്പോൾ ഇന്നലെ പപ്പടം കാച്ചിയ എണ്ണയാണ് ഈ ഒഴിക്കുന്നത്. ഇച്ചിരി എണ്ണ അടിയിൽ പിടിക്കുന്ന പോലെ തോന്നി, ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ റീച്ചാന് ചപ്പാത്തിക്ക് ഞാൻ ഇതാ കൊടുത്തു വിട്ടത്. അപ്പം അതങ്ങ് റെഡിയായി. Let's go.
बीच से लाइन बनाना, बीच से एग्जैक्ट बीच से हमारा साइड हो गया, लेकिन क्या करेंगे? आप रूड बोल रहे हो ना, रूड बोल रहे हो। नहीं होता है होते हैं, आप झूठ बोल रहे हो, नहीं करना बोल रहे हो ना। ये देख बीच में बराबर, ये मेरे को सेंटर दिखता नहीं बराबर। ऐसे क्या बोला? टाइम अभी जो था वही यहाँ पे ट्रेंडिंग हो गया, ठीक है? रुको, अच्छे से लिखो क्या देखेंगे? चल यार। चिंगम देखो पहले। മാറണം നോക്കട്ടെ. ये हो गया रे। एक मिनट मत करो। ഓ സമയമായി. ഇവൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം പോയി അവൻ വെയിറ്റ് നോക്കും. ഞാൻ നോക്കാൻ ചെന്നുണ്ടെ ഇറങ്ങിച്ചാടി. അതാ ഞാൻ അവിടെ നിന്ന് നോക്കുന്നത്. അപ്പം റേച്ചാൻ അങ്ങോട്ട് ഓഫീസിൽ പോകുന്ന സമയത്ത് പ്രൈസ മോനെ ഗേറ്റിൻ്റെ അവിടെ വിട്ട് ബസ് കയറ്റി വിട്ടിട്ട് റേച്ചാൻ അങ്ങ് പോകും. അങ്ങനെ അവനെ കൊണ്ടുപോകാനായിട്ട് എല്ലാവരും തയ്യാറായി. ഈ ബ്ലൂ കവർ വേണ്ടേ? റേച്ചാൻ ആദ്യം റേച്ചാൻ്റെ സ്റ്റൈലിൽ മുടി ചീവിയുണ്ടേ. പ്രൈസമ്മ പറയാം, പപ്പ അങ്ങനല്ല ഇങ്ങനെ ചീവൊന്ന്. അവൻ ചിലപ്പോൾ എന്നോട് അവനാ പറയുന്നത്, മമ്മി ഈ ഡ്രസ്സ് ഇട്, ആ ഡ്രസ്സ് ഇട്. അങ്ങനെ അവൻ പറഞ്ഞത് അനുസരിച്ച് പിന്നെ റേച്ചാൻ അല്ലാതെ ചീവി. दोस्त लोग का वीडियो कब चालू क्या बताने को नहीं होता है क्या? क्या हुआ? बाय बाय। അപ്പോൾ ഇന്ന് ഇത്തിരി ലിവർ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ച്. അതിനായിട്ട് ഞാൻ അതൊന്ന് അരിഞ്ഞ് പിന്നെ ഉപ്പ് വെള്ളത്തിലും വിനാഗിരിയിലൊക്കെ ഇട്ട് കുറച്ച് നേരം വെക്കട്ടെ. പോളുണ്ടല്ലേ, വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും അവൻ ഫുൾ ടൈം ഇന്ന് പഠിക്കത്തില്ല. അവൻ സംസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങിക്കും. കുറച്ച് നേരം ഇരുന്നൊക്കെ ചെയ്യും. പിന്നെ ചെന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവൻ വേറെ എവിടെയെങ്കിലും മീൻസ് ഈ കാർട്ടൂൺ അങ്ങനെയുള്ളതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതാ ഞാൻ പറയുന്നത്, വീട്ടിൽ ഇരുന്ന് അങ്ങനെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. ഇപ്പം കോളേജ് കട്ട് ചെയ്തിട്ട് ടെസ്റ്റിനാന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടെന്ന് അതാ പറഞ്ഞത്. റേച്ചാൻ പറഞ്ഞ് ഇന്ന് ലാസ്റ്റാ, അങ്ങനെ അല്ലാത്ത ഇനിയും ഇരുത്തത്തില്ലെന്ന് പറഞ്ഞേക്കാൻ. അതുകൊണ്ട് ഇന്ന് ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് ഇരുത്തിയേക്കുക. നിങ്ങളിപ്പോൾ ചിന്തിക്കുകയോ കൊച്ച് ഇത്രയും വലുതായില്ലേ, ഇത്ര അങ്ങ് നിങ്ങൾ സ്ട്രിക്റ്റ് എടുക്കുന്ന എന്തിനാണ്? കാലം അതുപോലുള്ള കാലമാണ്. നമ്മൾ സ്ട്രിക്റ്റൊക്കെ എടുത്തില്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും പിള്ളേർ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊന്നും മിണ്ടാതിരുന്ന. അതുകൊണ്ട് നമ്മൾ പേരൻസ് കുറച്ചൊക്കെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്തേ ഒക്കത്തുള്ളൂ. നമ്മുടെ മക്കൾ അങ്ങനെ പോയിട്ട് ഉണ്ടെന്നല്ല പറയുന്നത്, പറയാനൊക്കത്തില്ല, ഇപ്പോഴത്തെ കാലമല്ലേ. അപ്പം ഞാൻ ഇത് കഴുകി ലിവർ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ട് ഒരിച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ആദ്യം ഒന്ന് വേവിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അടിക്കൂടാന്നൊക്കെ പറയും, വായും കൊണ്ട് അടിക്കും. പക്ഷേ കൈ കൊണ്ട് ഇപ്പം അങ്ങനെ അവനെ അടിക്കാനായിട്ട്, കാരണം നമ്മളെക്കായൊക്കെ ഹൈറ്റും ഇതുമൊക്കെ ആയില്ലേ. കൈത്തോപ്പലൊക്കെ ഞാനൊന്ന് ഞോണ്ടും. അല്ലെങ്കിൽ പ്രൈസിനും പറയും, എന്നെ അടിക്കും നിങ്ങൾ, അച്ചാച്ചനെ ഒന്നും ചെയ്യത്തില്ലെന്ന്. ഇവൻ്റെ മുടി അങ്ങ് വളർന്നിരിക്കുക. കഴിഞ്ഞ സൺഡേയും പറഞ്ഞേ പോയി പെട്ടെന്ന്. സൺഡേ ഇവിടെ മൺഡേ അവധിയാണ്, സൺഡേ അല്ല ഇവന് ഇത്തിരി അവധി കിട്ടത്തുള്ളൂ. അപ്പം പോകാൻ പറ്റിയില്ല. അപ്പം ആശാൻ്റെ ബോട്ടിലുകൾ ശരിക്കും ഇവൻ വെള്ളം കുടിക്കും. ഒരു 3-4 ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നേക്കും. ഇപ്പം അതെല്ലാം ആശാൻ തന്നെ ഒന്ന് കഴുകി വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോയി അവിടെ വെക്കും. എന്നിട്ട് അത് കുറച്ച് നേരം കൊണ്ട് അത് കുടിച്ച് തീർക്കും. കണ്ടില്ലേ നിങ്ങൾ, ഇതൊരിത്തിരി ഒരു ബ്ലൂ പോലുള്ളയാണ്. അല്ലെങ്കിൽ അവനെല്ലാം ഇതുപോലെ ബ്ലാക്കാണ് കൂടുതലും. ഇതൊരു സ്വല്പം ബ്ലൂ ആണ്. കാണുന്നവർ ചിന്തിക്കും എന്നും ഒരേ ഡ്രസ്സാണ്. ഒരു ദിവസം ഇവൻ 2-3 ഡ്രസ്സ് മാറും. കാരണം അവൻ അത്രയ്ക്ക് വിയർപ്പാണ്.
ആ നീ പോയി. अरे यार പോളെന്നെ അടി കിട്ടല്ലേ രാവിലെ, ഞാൻ പറഞ്ഞേക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ലിവറൊക്കെ ഒന്ന് കുറച്ച് നേരം ഇട്ടൊന്ന് മൊരിച്ചെടുത്തു. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാലയും കൂടെ. എന്നിട്ട് അത് ഇനിയിപ്പം അങ്ങ് ഇളക്കിയിട്ട് തീ അങ്ങ് ഓഫാക്കാൻ പോവാം. അപ്പം നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നിട്ടേ ഇതിൽ കുറച്ച് സവാള ഇങ്ങനെ അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വിതറുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അത് നമ്മൾ അടച്ചിടുന്നുണ്ട്, അതങ്ങ് വാടും. അതെടുത്ത് കഴിക്കാൻ പോളിന് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമുക്കില്ലേ നാട്ടിൽ പിന്നെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ബീഫ് ഫ്രൈ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളി അതിൻ്റെ മുകളിൽ കാണും, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പോൾമോൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്ന് അവിടുത്തെ തുണികൾ ഇന്ന് പക്ഷേ അവിടെ ഇടാൻ കുറവേ ഉള്ളായിരുന്നു. ഇന്ന് മൊത്തം കൂടുതലും ഷീറ്റായിരുന്നു. ഷീറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിയതായതുകൊണ്ട് ഷീറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഷീറ്റല്ല ഞാൻ ഈ ഇടനാഴിയിൽ ഇടത്തുള്ളൂ. കാരണം ആ പൊക്കത്ത് ഇടുന്ന ഉടനെ ഷീറ്റ് അല്ലെങ്കിൽ വെളിയിലൊക്കെ ഇടുവാണെങ്കിൽ ഈ ബാൽക്കണിയുടെ താഴെ തട്ടി കിടക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ഷീറ്റെല്ലാം വിരിക്കും. അപ്പോൾ ഇന്നലെയൊക്കെ ഷീറ്റ് കഴുകിയതുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റിയിട്ടിട്ട് ഇനിയും തുണികൾ വിരിക്കാനുണ്ട്. അപ്പം ഞാൻ അവിടെ വിരിക്കാനുള്ളത് അവൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പം അവനൊരു ഇച്ചിരി കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അപ്പം എന്തോ ചെയ്യുവാന്നറിയാൻ. അപ്പോൾ ഇവനീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല. എന്തുവാ മമ്മി എന്തുവാ, കാരണം അപചരിതമായിട്ട് പോയി എടുക്കുന്ന സമയത്ത് അവൻ എന്തോരം ഫ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തോ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവന് കാണുന്ന എന്തോന്നൊരു കോമഡി, ഒരു ഒത്തിരി തമാശയുള്ള എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, അതാ ഈ കാണുന്നത്. അപ്പോൾ തുണി വിരിക്കാൻ കൊടുത്തിയാൽ അത് നോക്കിക്കൊണ്ടൊന്ന് വിരിക്കുക. എന്തോന്നേലും ഇത്ര നേരം ഇത് പഠിക്കുമായിരുന്നു. ഞാൻ ചിന്തിച്ചാൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തോട്ടെന്ന് ചിന്തിച്ച്. നമുക്ക് പഠിക്കെന്ന് പറഞ്ഞാൽ മതി. അവർക്കറിയാം അവർ പഠിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. ദൈവമേ, അത് കണ്ടാൽ തന്നെ എനിക്ക് തലമണ്ടയിലൊന്നും കയറത്തില്ല. അപ്പം ഇത്രയും നേരം ഇരിക്കുമല്ലായിരുന്നു. കൂടുതലങ്ങ് നമ്മൾ പഠിയടാന്ന് പറഞ്ഞാലും അവനും ദേഷ്യം വരും. അപ്പോൾ കുറച്ച് നേരം ഇരുന്നോട്ടെന്ന് ഞാൻ ചിന്തിച്ച്, കണ്ടോണ്ടത് ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെന്ന് ചിന്തിച്ച്. പക്ഷേ ഇനി താടാന്ന് പറഞ്ഞാലൊക്കെ അങ്ങ് തരും, അല്ലാതെ ഒരു അനുസരണക്കേട് അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ ഞാൻ നാളത്തേക്കിനുള്ള ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ നാളെ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ പറയാം. അതൊന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ അവിയലുണ്ട്, ഇന്നത്തെ മെഴുക്ക് പുരട്ടി, മോരുകറിയുണ്ട്. എനിക്ക് മോരുകറിയൊന്നും വേണ്ട, ലിവർ ഫ്രൈ ഉണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.